നമസ്കാരം. കോഴിക്കോട് അതിരാത്രം നടക്കുന്ന വേദഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ സേവനനിരതരായ ഒരു കൂട്ടം കൗമാരക്കാരെ നമുക്ക് ദർശിക്കാം. ഹരിയാനയിലെ സോനിപാത്ത് എന്ന സ്ഥലത്ത് നിന്നുള്ള ഗുരുകുല വിദ്യാർത്ഥികളാണ് ഇവർ. ഈ അതിരാത്രത്തിന്റെ ആദ്യാവസാനം സേവന നിരതരായി ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന ഇവർ അത്ര നിസ്സാരക്കാരല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവർ ഇവിടെ വേദിയിൽ നടത്തിയ ചില പ്രകടനങ്ങൾ കാണണം. जोरदार तालियां, बहुत सुंदर। जोरदार तालियां। Goodbye.
അതെ, നമ്മളിപ്പോൾ ഇവിടെ കണ്ട കുട്ടികളുടെ പ്രകടനം, അതായത് ഒരു കാലത്ത് ഭാരതീയ സംസ്കാരം ഇതായിരുന്നു, വേദപഠനം മാത്രമല്ല, ഒപ്പം ഒരു റെസിസ്റ്റൻസ് പവർ കൂടി ആർജിച്ചെടുക്കുക എന്നുള്ള അതിൻ്റെ ഒരു തനിയാവർത്തനം ഇല്ലേ, അതിൻ്റെ ഒരു പുതിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് നമ്മൾ വിചാരിക്കുന്നത് കരുതിയാൽ എന്താണ് മനസ്സിൽ വരിക, ഒരു മലയാളിയുടെ മനസ്സിൽ വരിക 24 മണിക്കൂറും നമ്മ ശിവ ജപിക്കലോ അല്ലെങ്കിൽ വേദം പഠിക്കലോ മാത്രമല്ല, വേദം പഠിക്കുക എന്നുള്ള ഒരു സമഗ്ര മനുഷ്യൻ എങ്ങനെ ആവുക എന്നുള്ളതാണ് ഗുരുകുലത്തിൽ പഠിപ്പിക്കുക. അതായത് എങ്ങനെ ജീവിക്കണം, വ്യായാമം ആവശ്യമാണ്, ഒരു ശത്രു ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടാവണം, ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തിയും കൂടി കുട്ടികൾക്ക് ഉണ്ടാവണമെന്ന രീതിയിലാണ് ഗുരുകുല വിദ്യാഭ്യാസം. നമ്മൾ രാമായണം മഹാഭാരതത്തിലൊക്കെ കാണാലോ, ശസ്ത്രവിദ്യ പഠനമുണ്ട്, അതേപോലെ വേദപഠനമുണ്ട്, അതിന് ഉപനയനമുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് അത് ഞാനെന്ന ബോധമില്ലാതാവാൻ വീടാന്തരം കയറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ധർമ്മം ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരാളെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതിൻ്റെ ഒരു ക്രിയയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടത്. എത്ര മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. അതിലുള്ള കുട്ടികൾ ഗുരുകുലത്തിൽ പഠിക്കുന്നുണ്ട്. അവർ വലിയ വലിയ വീട്ടിലത്തെ ഫാമിലീസിലെ കുട്ടികളാണ്, അല്ലാതെ ദാരിദ്ര്യമുള്ള കുട്ടികളല്ല. അത് വലിയ ഫാമിലീസിൽ വലിയ ബിസിനസ്സിൻ്റെ ചെയ്യുന്ന ആൾക്കാരുടെ കുട്ടികളാണ്. അവരാണ് ഇവിടെ വന്ന് ടെൻറ്റിൽ കിടക്കുന്നത്, അവിടെ പാത്രം കഴുകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാനും അവർക്ക് എന്തില്ല, സേവാ മനോഭാവമാണ്. എങ്ങനെ സേവ ചെയ്യാം എന്നുള്ളത് ആഗ്രഹിച്ച് വന്ന കുട്ടികളാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. അത് സോനിപത്ത് എന്നുള്ള ചെറിയൊരു ഗ്രാമം, ഹരിയാനയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തിൽ വേദപഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഈ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ജ്ഞാനം അല്ലെങ്കിൽ പ്രാർത്ഥനാനിരതമായ ചില കാര്യങ്ങൾ, ഹോമാദി കർമ്മങ്ങൾ, ഇത് മാത്രമല്ല, ഒപ്പം സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള ശസ്ത്രവിദ്യാഭ്യാസം കൂടി ചേർന്നതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ പ്രകടനം. ഇതേക്കുറിച്ച് ഇവരുടെ അധ്യാപകന് പറയാനുള്ളത് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. हमने हमारे जो आर्यवीर आए हुए हैं बच्चे, गुरुकुल के ब्रह्मचारी भी, तो उन्होंने जो परफॉर्मेंस की है ये एक झलक मात्र है, केवल झलक दिखाई है कि यहाँ के भी जो हमारे युवा हैं, युवतियाँ हैं, क्योंकि हम लड़कों को, लड़कियों को, बॉयज़ एंड गर्ल्स दोनों को ही हम यहाँ पर प्रशिक्षण देते हैं, और यहाँ पर भी वो चीज़ शुरू हो इसलिए हमने वो प्रदर्शन सारा कुछ दिखाया। क्योंकि जो हमने यहाँ पर पीटी की, सूर्य भूमि, ये सारी चीज़ें जो हमने कराटे का प्रदर्शन है, और बहुत सारे ऐसे सेल्फ डिफेंस, तो जो आज की युग की बहुत बड़ी मांग है कि अपना हम बचाव कर पाएँ, अपने आप को हम कैसे सुरक्षित रख पाएँ। और हम यदि बलवान होंगे बुद्धि से, मस्तिष्क से और शरीर से, तो निश्चित रूप से हमारा कोई भी कुछ नहीं बिगाड़ सकता, और हम अपनी धर्म संस्कृति के रक्षक होंगे। जैसे मर्यादा पुरुषोत्तम श्री राम जी, योगीराज श्री कृष्ण महाराज जी, जैसे जैसे इतने महापुरुष हमारे सामने, महर्षि दयानंद सरस्वती जी, तो उनको हम देख करके, उनसे सीख करके, उनकी जो पुस्तकें हैं उनको पढ़ करके हम उन्हीं के पथ पर चल रहे हैं। और इस प्रकार से बलिष्ठ एक सशक्त राष्ट्र का, आर्यवर्त का हम निर्माण करने में अपनी भूमिका जितना हमसे हो रहा है हम कर पा रहे हैं। और संदेश यही है कि हमारे जो यहाँ के केरल के जितने भी यूथ हैं, लड़के लड़कियाँ, सभी हमारे भाई बहन खूब इस विद्या को सीखें और अपना जो परचम है, ऋषि दयानंद जी का कार्य है, उस कार्य को खूब आगे बढ़ाएं। വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.